dear students, welcome to Prerna. The last class was about scientific revolution, and when we were discussing scientific revolution, hope you remember that I told an important method about which you have to study, that is empiricism. I also told you like how a very systematic orderly method evolved in science, which was known as a scientific method. So scientific method brought a lot of changes to the discipline of science. But at the same time, you have to know that there were several other factors also which influenced the growth of science and which created altogether an age of enlightenment. So we can see that how reason was a major factor which created a lot of progress. So I have given the heading as Nature, Reason and Progress, the period of enlightenment. So you can see how scientific revolution coincided with that age, which can rightly be called as the age of enlightenment. The age of enlightenment is the age of enlightenment. So let us examine now certain factors which led to those changes. So you'll have to remember those points which I discussed in the last class regarding the scientific revolution too, while discussing certain points here. Okay. So let me begin the class with a very important statement or a phrase on reasoning. Okay, reasoning the pradhanyam endairunnu. Reasoning would discover the natural laws regulating existence and so ensure the progress of human race. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യനെ ചിന്തിച്ചിട്ട് ചിന്തകൾ യുക്തിപരമായി ചിന്തിച്ച് റാഷണലായി ചിന്തിച്ച് അതിന് കാരണസഹിതം പഠിച്ച് എന്നിട്ടാണ് നിഗമനങ്ങളിലേക്ക് എത്തേണ്ടത്. So that would really lead to the progress of the human race. That would lead to the establishment of a set of new laws, that is natural laws based on reasoning. അപ്പോൾ എപ്പോഴും നമ്മൾ റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക, മറിച്ച് നമ്മൾ തന്നെ ആലോചിക്കുകയാണ് ശരിയാണോ, എന്തുകൊണ്ട്, why, when, how of things. You can definitely ask. That is what is known as reason. Okay. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ആ ഈ ഒരു ഏജ് ഓഫ് എൻലൈറ്റൻമെന്റിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സംഭവം, സയന്റിഫിക് റെവല്യൂഷനെ കാര്യമായി ബാധിച്ചൊരു സംഭവമാണ്, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഭവമാണ് സയന്റിഫിക് മെത്തേഡ്. ഇത് ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് ബേക്കൺ. അപ്പോൾ ഇദ്ദേഹം ഒരു ഫിലോസഫറാണ്. ഹി ആക്ച്വലി വാസ് നോട്ട് എ സയന്റിസ്റ്റ്, ഹാർഡ് കോർ സയന്റിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഫിലോസഫർ ആയിരുന്നു. ഹി വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലീഷ് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ രീതികളാണ് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള scientific method എന്ന് പറയുന്ന സംഭവത്തെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഹി വാസ് എ ഫാദർ ഓഫ് സയന്റിഫിക് മെത്തേഡ്. ആര്? ഫ്രാൻസിസ് ബേക്കൺ. അദ്ദേഹത്തിന് വിസ്കൗണ്ട് സെയിന്റ് ആൽബൻ എന്ന പേരുണ്ട്, കാരണം ഒരു ഉയർന്ന ഉന്നത കുലജാതനായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ അദ്ദേഹത്തിന് ഫാദർ ഓഫ് എംപിറിസിസം എന്ന് പറയുന്നുണ്ട്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ഹാഡ് ഡിസ്കസ് വാട്ട് എംപിറിസിസം ഇസ്. ദാറ്റ് ഈസ് വെയർ യു ആർ ഇൻ ഫാക്ട് സ്റ്റഡിയിങ് things as per experimentation and observation. You are in fact studying on the basis of experimentation and observation. You're not blindly following what other people had told. You are entering into your conclusion on the basis of the specific experiences that you have. That is based on observation. That is what is known as empiricism എന്ന് പറയുന്നത്. empiricism എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ. ഓക്കെ. ഇനി അദ്ദേഹം പറയുന്ന ഒരു റീസണിങ് എന്ന് പറയുന്നത്, ഈ ഒരു എംപിറിസിസ്റ്റ് റീസണിങ് എന്ന് പറയുന്നത് കാര്യമായിട്ടും അത് ഒരു പ്രത്യേക രീതിയിലുള്ള റീസണിങ്ങിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് ഇൻഡക്റ്റീവ് റീസണിങ്. അപ്പം ഫ്രാൻസിസ് ബേക്കൺ പറയുന്ന മെത്തേഡ് എന്താണ്? ഇൻഡക്റ്റീവ് റീസണിങ്. ഇതാണ് ഫ്രാൻസിസ് ബേക്കന്റെ ഇമേജ് നിങ്ങൾക്ക് കാണാം. ഇനി അദ്ദേഹം കൊണ്ടുവന്ന ഈ മെത്തേഡിനെ നമ്മൾ ബേക്കോണിയൻ മെത്തേഡ്, ബേക്കണിന്റെ മെത്തേഡ് ആയതുകൊണ്ട് ബേക്കോണിയൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ലാർജ്ലി ഡിബേറ്റഡ് ഇൻ സയന്റിഫിക് സർക്കിൾസ് ഈവൻ നൗ. ഇത് എന്താണെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ എംപിറിസിസം എന്ന് പറയുന്ന ആശയത്തിന്റെ കാതലിൽ കിടക്കുന്നത് ഈ ഒരു ഇതിലാണ്, ഇൻഡക്റ്റീവ് റീസണിങ്. നൗ വാട്ട് ഇസ് ഇൻഡക്റ്റീവ് റീസണിങ്?
from the specific to general. That is what is known as inductive reasoning. നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു, അതിന്റെ ബേസിസ് നിങ്ങൾ ഒരു തിയറിയിലേക്ക് എത്തുകയാണ്. ഫ്രം ദ ഒരു കാര്യത്തിൽ നിന്ന് ജനറൽ ആയ കാര്യത്തിലേക്ക് വരിക. ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ഇൻഡക്റ്റീവ് റീസണിങ്. Now this is exactly the opposite of deductive reasoning. Deductive reasoning നിങ്ങൾ ഓർത്താൽ മതി, ഫ്രം ജനറൽ ടു ദ സ്പെസിഫിക്. ജനറൽ ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടടച്ച് വിശ്വസിക്കുന്നു. ഫ്രം ജനറൽ ടു ദ സ്പെസിഫിക് ഡിഡക്റ്റീവ്, അതിവിടെ ഓർക്കുക ആവശ്യമില്ല. അതിന്റെ ഇൻഡക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവ്. നമ്മളിവിടെ പഠിക്കേണ്ടത് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ പറ്റിയിട്ട് മാത്രമാണ്. ദാറ്റ് ഈസ് ദ ഐഡിയ ഓൺ വിച്ച് എംപിറിസിസം is based upon. You don't have to study about deductive reasoning, which is the opposite of inductive reasoning. Okay, inductive reasoning by Francis Bacon. ഇനി ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് കാര്യമായിട്ടും ഈ ഒരു സയന്റിഫിക് മെത്തേഡ്, സയന്റിഫിക് റെവല്യൂഷൻ, അതായത് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് അവിടെയാണ്. സോ യു നോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ്. നൗ ദർ വാസ് another set of very progressive people who were known as philosophers. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല, നിങ്ങൾ വെറും ഫിലോസഫേഴ്സ് അല്ലേന്ന്. നമ്മൾ ഫിലോസഫർ എന്ന് നമ്മളുടെ ഇംഗ്ലീഷിൽ സാധാരണഗതിയിൽ പറയുന്നത്, ഫ്രഞ്ചിൽ അത് ഫിലോസഫ്സ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫിലോസഫർ എന്നുള്ള മീനിങ് തന്നെയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, അത് ഫിലോസഫ്സ് തന്നെയാണ് വായിക്കുന്നത്. അപ്പൊ ഈ ഫിലോസഫ്സ് ആരാണ്? ഫ്രഞ്ചുകാരാണ്. പ്രധാനമായിട്ടും ഫ്രാൻസിലാണ് അത് തുടങ്ങുന്നത്. ഈ ഒരു എൻലൈറ്റൻമെന്റ് 16ാം നൂറ്റാണ്ടിലാണ്. ദേ വർ പബ്ലിക് ഇന്റലക്ച്വൽസ് who criticized things, who were analytical in their approach, who gave social criticism, theories, etc. So they were in the forefront of progress in the Enlightenment period. And ഈ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് നമ്മളുടെ ഫ്രഞ്ച് റെവല്യൂഷൻ ആകുമ്പോഴേക്കും they were the ones who attacked the church vehemently. They were the ones whose ideology reached its climax during the French Revolution. The വോൾട്ടയർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഫിലോസഫേഴ്സ് എന്നുള്ള അവരുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ദാറ്റ് ഇസ് ക്ലൈമാക്സ് ആണ് വോൾട്ടയർ. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മോഡേൺ ഫിലോസഫേഴ്സ് ഫിലോസഫ്സ് എന്ന് പറയാം. അപ്പൊ they were people who came up with a lot of theories. ഇവര് പല വിഭാഗത്തിലുള്ള തിയറികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു സെറ്റ് ഓഫ് ഫിലോസഫേഴ്സ്, they believed in what is known as deism. Okay, deism in fact comes from the Latin word deus, which means God. Okay, idoru that is a philosophy which questions revelation. ഓക്കെ, റെവലേഷൻ, അതായത് ദൈവമായിട്ടുള്ള ഒരു സംസാരം, ദൈവമായിട്ടുള്ളൊരു എന്താണ് വെളിപ്പെടുത്തലുകളും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് പ്രധാനമായിട്ട് പറയുന്നത് റീസണിങ് ഓൺലി വുഡ് ഗിവ് ആൻസേഴ്സ് ടു ദ ഇഷ്യൂസ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. ഇവര് ഡീസ് എന്നാണ് ഇത്തരത്തിലുള്ള ചിന്തകന്മാരെ, ഫിലോസഫേഴ്സ് തന്നെ ഡീസ് എന്നാണ് വിളിച്ചിരുന്നത്. അവർ പ്രാക്ടീസ് ചെയ്ത രീതി, ദേ അഡ്വക്കേറ്റഡ് വാട്ട് ഇസ് നോൺ ആസ് ഡീസം. ഓക്കെ, അപ്പൊ ഡീസം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണെന്ന് മാത്രം ഓർക്കുക. ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് ഡീസ്. ഓക്കെ, ഇനി ഡീസം ഒന്നുകൂടെ നമുക്ക് പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഡീസം? ഡീസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് സെറ്റ് ഓഫ് പീപ്പിൾ ദേ ബിലീവ് ദാറ്റ് ദർ ഇസ് എ സുപ്രീം പവർ ദാറ്റ് കൺട്രോൾസ് ദ യൂണിവേഴ്സ്. Okay, ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രൂപമൊന്നുമില്ല. ഇറ്റ്സ് എ സുപ്രീം പവർ ദാറ്റ് കൺട്രോൾസ് ദ യൂണിവേഴ്സ്. Now, the second part of their theory is that they questioned biblical notions, Christian beliefs by saying that this particular supreme power of the universe did not have any control, or rather did not interfere in the lives of the people. They did not, this particular power did not create any miracles, which was very common as far as Christian beliefs were concerned. അപ്പൊ അത്തരത്തിലുള്ള ഒരു മിറക്കിൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് ഡീസം. ഓക്കെ, ഇനി വേറൊരു വിഭാഗം നിങ്ങൾ കുറച്ചുകൂടെ പരിചയം, എത്തീസം, നിരീശ്വരവാദികൾ. ദൈവമില്ല എന്ന് പറയുന്ന വിഭാഗക്കാരും ഉണ്ടായിരുന്നു ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ്. ദേ വർ എത്തീസ്, ദോസ് ഹു ബിലീവ് ദാറ്റ് God
did not exist. അപ്പോൾ ഇതൊരു 16ാം നൂറ്റാണ്ടിൽ വന്ന വേറൊരു ചിന്താഗതിയാണ്. ഇറ്റ് വാസ് ഓൾസോ ദ റിസൾട്ട് ഓഫ് സ്കെപ്റ്റിക്കൽ എൻക്വയറി ആൻഡ് ഓൾസോ ദ ഇൻക്രീസിംഗ് സെൻസ് ഓഫ് ക്രിറ്റിസിസം, ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിൽ കൂടെയാണ് വരുന്നത്. ദേ ക്വസ്റ്റ്യൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. പിന്നെ ഉള്ളത് നമ്മളൊരു കാര്യം ഈ കാലഘട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എത്തീസ്റ്റുകളുണ്ട്, ഡീയിസ്റ്റുകളുണ്ട്, ദോസ് ഹു വേർ കോൺസെൻട്രേറ്റഡ് ഓൺ സയന്റിഫിക് മെത്തേഡ്, പല വിഭാഗക്കാരുണ്ടെങ്കിലും ജനറലി ദേ ബിലീവ് ദാറ്റ് ദ വെരി ഐഡിയ ഓഫ് ടോളറേഷൻ ഓഫ് റിലിജൻ, അത് മതം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ഉപയോഗത്തിന് ഉള്ളൊരു സംഭവമാണ് എന്നാണ്. അത് എന്താണ് മതസഹിഷ്ണുത എല്ലാവരുടെയും എഴുത്തുകളിൽ കാണാൻ പറ്റിയെന്നുള്ള ജനറലായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തന്നെ ജനറലായിട്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, ജോൺ ലോക്കിന്റെ ലെറ്റർ കൺസേണിംഗ് ടോളറേഷൻ, മതസഹിഷ്ണുതയെ പറ്റി 1689 എഴുതിയൊരു സംഭവമാണിത്. ദാറ്റ് ഈസ് ഇൻ ഫാക്ട് ഹൗ യു ക്യാൻ സേ ദിസ് ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എംപിറിക്കൽ ആർഗ്യുമെന്റ് ഓഫ് ടോളറേഷൻ. മതസഹിഷ്ണുതയുടെ ഒരു ഉദാത്തമായ ഒരു ഉദാഹരണം ആണ് ഏത് ജോൺ ലോക്കിന്റെ ഈ ഒരു പ്രത്യേക വർക്ക്. ഇനി ഇത് നമ്മൾ ആരാണ്, ദിസ് ഇസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലോസഫർ. ഞാൻ ഇവിടെ ആരെനിക്ക് അറിയോ, ദറ്റ് ഇസ് റെനെ ഡെക്കാർട്ടെ. ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്നതിന് എന്തുകൊണ്ടാണ്, ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഹൗ മെനി ഓഫ് us think actually? നമ്മളെപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് ചെയ്യുക പല കാര്യങ്ങളും. വി ഹാവ് ടു തിങ്ക്. അതാണ് അദ്ദേഹം ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞ ആളാണ് റെനെ ഡെക്കാർട്ടെ. അപ്പം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം എന്ന് പറഞ്ഞാണെങ്കിൽ he was another very prominent enlightenment thinker of the period, whose ideologies considerably influenced people. In the last class we discussed about Cartesian coordinates, that is about his contribution to the graphs പറ്റി പറഞ്ഞു, കാർട്ടീഷ്യൻ XY കോർഡിനേറ്റ് ഒക്കെ പറഞ്ഞു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇവിടെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഫിലോസഫിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, മാത്തമെറ്റീഷ്യൻ ആയിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ഫിലോസഫി, വൺ ഓഫ് ദ കീ ഫിഗേഴ്സ് ഓഫ് സയന്റിഫിക് റെവല്യൂഷൻ. ഓക്കെ, റാഷണൽ ചിന്താഗതിക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ഓൺ മെത്തേഡ്. ഓക്കെ, ബുക്കിന്റെ വർക്കിന്റെ പേര് ഡിസ്കോഴ്സ് ഓൺ മെത്തേഡ് ആണ്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ചോദ്യങ്ങൾ എപ്പോഴും ഇതാണ്. ഇപ്പം ഒബ്ജക്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഹൂ സെഡ് ദിസ്? ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ആൻസർ ഇസ് റെനെ ഡെക്കാർട്ടെ. ഇനി ഡെക്കാർട്ടിന്റെ ഐഡിയ ഓഫ് റീസണിങ് നമുക്ക് വായിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. നമുക്ക് ഒരുമിച്ചത് വായിക്കാം. He announced that he would begin his reasoning by accepting nothing from previous thinking, by doubting everything, including, of course, Christian beliefs. അദ്ദേഹത്തിന്റെ ചിന്ത തന്നെ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഞാൻ ഒന്നും ആര് പറയുന്നത് കേൾക്കാൻ റെഡിയല്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ആക്സെപ്റ്റിംഗ് എനിത്തിങ് ദാറ്റ് ഇസ് ഓൾറെഡി ദർ. ഇതുവരെയുള്ള ചിന്തകളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ഇദ്ദേഹം പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത് ചേർച്ചിനെയാണ്, റോമൻ കാത്തലിക് ചർച്ച്. He also said that he would have no doubt of one thing he was thinking. അദ്ദേഹം സംശയമില്ലാത്ത ഒരു കാര്യമുള്ളൂ, എന്താണ്? ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. He was ready to accept only what he thought was clear to him. എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് മാത്രമേ ഞാൻ എനിക്ക് ഉറപ്പുണ്ടെന്നുള്ള കാര്യം മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ചിന്തകന്മാരും കാര്യമായി അറ്റാക്ക് ചെയ്ത റോമൻ കാത്തലിക് ചർച്ചിനെയാണ്. അപ്പോൾ റോമൻ കാത്തലിക് ചർച്ച് ഇൻഫാക്ട് ഹാഡ് എ ലോട്ട് ഓഫ് ബിലീവ്സ് വിച്ച് ദേ കൺസിഡർഡ് ആസ് മിറക്കിൾസ്. അപ്പം ഈ ഒരു കാലഘട്ടത്തെ എൻലൈറ്റൻമെന്റ് തിങ്കേഴ്സ്, യു കുഡ് സി ഫിലോസഫേഴ്സ് ആൻഡ് സയന്റിസ്റ്റ്, ദേ വെയർ ക്വസ്റ്റനിങ് ഓൾ ദോസ് മിറക്കിൾസ്. ഇപ്പൊ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ബിബ്ലിക്കൽ സ്റ്റോറീസ് ഉണ്ട് ഇത്തരത്തിലുള്ള ദൈവികമായിട്ടുള്ള ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള. പക്ഷെ ദീസ് ഫിലോസഫേഴ്സ് സെഡ് ദാറ്റ് സച്ച് മിറക്കിൾസ് വേർ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, മാനിപ്പുലേറ്റഡ് സ്റ്റോറീസ്. അത് ഇത്തരത്തിലുള്ള മിറക്കിൾസിനെ ദേ ട്രൈ ടു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട് ടു സേ സയന്റിഫിക് തിയറീസ്. ഇപ്പം പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ടൗൺ അല്ലെങ്കിൽ സിറ്റി നശിക്കുകയാണ്, അതൊരു ദൈവത്തിന്റെ കോപം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ അതൊരു എർത്ത് ക്വേക്ക് ആവാം. സോ ദേ ട്രൈ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു സച്ച് problems with the help of
നാച്ചുറൽ ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ earthquakes, ഫോർ എക്സാമ്പിൾ ഫ്ലഡ്സ്, അതുകൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ദൈവികമായിട്ടുള്ള മിറക്കിൾസ് എന്ന് പറയുന്ന സംഭവത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സയൻസിനെ ബാധിക്കുന്നത്. ഇനി വേറൊന്ന് പ്രധാനമായിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസം എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ദിസ് വാസ് another philosophy in fact propounded by thinkers like Jeremy Bentham, JS Mill എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ഇവര് ചെയ്യുന്നത് ഇത് ഒരു എന്താ പറയാ, ദിസ് വാസ് ഇൻഫാക്ട് എ മെസ്സേജ് ടു ദ റൂളേഴ്സ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, whatever a government does or a ruler does should be for the maximum happiness of the people. Okay, maximum happiness to the maximum number. That is the key phrase of utilitarianism. Utilitarianism എന്ന് പറയുന്നത് തന്നെ it comes from the root word utility, which means use. ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ that should be of the maximum use to the maximum number of people. അപ്പം ഞാനൊരു രാജാവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഏറ്റവും അധികം majority should be benefited out of it. Greatest happiness to the greatest number. എന്താണ് greatest happiness to the greatest number? അപ്പൊ അത് ജെറമി ബെൻതം എന്ന് പറയുന്ന ആളുടെ ആശയം പ്രധാനമായിട്ട്. He wrote a work, Principles of Morals and Legislations. Principles of Morals and Legislation. ഇതിൽ പല പ്രിസണേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്ന സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം ആൾക്കാരിൽ ഉണ്ടാക്കാനും നമ്മൾ എങ്ങനെ ഒരു ഇത്തരത്തിലുള്ളൊരു മാറ്റം, ഒരു നവോത്ഥാനം പോലുള്ള ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവരാം, ഒരു റിഫോം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഒരു ആസ് എ റൂളർ, ആസ് ഹെഡിങ് എ പെർട്ടിക്കുലർ ഗവൺമെന്റ്, ഇൻ വിച്ച് വേ ക്യാൻ സച്ച് ചേഞ്ചസ് ബി മെയ്ഡ് എന്ന് പറയുന്നതാണ് യൂട്ടിലിറ്റേറിയനിസം. യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ maximum happiness to the maximum number. So these were some of the other theories. ഇതുകൂടാതെ ലിബറലിസം എന്ന് പറയുന്ന ആശയമുണ്ട്. ലിബറൽ എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീ ആയിട്ട് ചിന്തിക്കുക. ദാറ്റ് ഈസ് വേർ ഇൻഡിവിജ്വലിസം ഇസ് ഗിവൻ ഇമ്പോർട്ടൻസ്. ഞാൻ എന്ന വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യമാണ്. അതും ജെറമി ബെൻതമാണ്. ഇതാണ് ഐഡിയ ലിബറലിസം. സോ ഹി വാസ് എ പ്രൊപ്പൗണ്ടർ ഓഫ് ലിബറലിസം ടു. ലിബറൽ എന്ന് പറയുന്നുള്ള ഒരാശ. സപ്പോസ് യു സേ സംബഡി ഈസ് ലിബറൽ, അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് പേഴ്സൺ ഇസ് ഓപ്പൺ ടു ലോട്ട് ഓഫ് തിങ്കിങ്. പല ആശയങ്ങൾക്കും അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നിടുകയാണ്. ഹി ഓർ ഷീ ഈസ് മച്ച് മോർ അപ്രോച്ചബിൾ ഇൻ വേരിയസ് മെത്തേഡ്സ്. ഹി ഓർ ഷീ ഈസ് മച്ച് മോർ അഡാപ്റ്റീവ്, അക്കമഡേറ്റീവ് ഓഫ് ഐഡിയാസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് അഗൈൻ an idea which gained popularity. That is the liberal thinking, liberalism. യൂട്ടിലിറ്റേറിയനിസം, ലിബറലിസവും നമുക്ക് ഇതിന് കൂടെ തന്നെ പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കാര്യമായ മാറ്റങ്ങളാണ് 16-17 നൂറ്റാണ്ടിൽ കൊണ്ടുവരുന്നത്. സോ യു ക്യാൻ സീ ഹൗ റീസണിംഗ് ഫേവേർഡ് ഓൾ that created an age of enlightenment along with scientific revolution. Okay, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. Okay, see you tomorrow. Bye bye.